ഇന്ന് കേരളത്തിൽ രണ്ടിടങ്ങളിലായി പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കോഴിക്കോട് SI റാഫിക്കാണ് അക്രമിയുടെ കയ്യിൽ നിന്നും ഭീകരമായ വിധത്തിൽ കുത്തേറ്റത്. അത് SIയെ ആക്രമിക്കാൻ തന്നെ വളരെ തയ്യാറെടുത്ത് വന്ന ഒരാൾ. അതിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട്. SIക്ക് കുത്ത് കിട്ടുന്നതും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പെട്രോളിങ്ങിന് പോകുന്ന സമയത്ത് സ്മോൾ ആംസ് എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്. കൂടെ ഉണ്ടായിരിക്കുന്ന പോലീസുകാരൻ ആ അക്രമിയെ അപ്പോൾ തന്നെ വെടിവെക്കേണ്ടതായിരുന്നു. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളിൽ, ഇത്തരം സന്ദർഭങ്ങളിൽ അക്രമിയെ വെടിവെക്കുന്നത് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ആണ്. അതിലൊന്നും യാതൊരു നിയമപരമായിട്ടുള്ള തടസ്സങ്ങളും ഉണ്ടാകില്ല. അതല്ലെങ്കിൽ പോലീസ് ജോലി ചെയ്യാൻ പോകുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും അക്രമി വന്ന് ആ അക്രമം നടത്തുമ്പോൾ അതിന് വിധേയനായി നിൽക്കുക എന്നുള്ളത് പോലീസിൻ്റെ ജോലിയല്ല. അതുകൊണ്ട് പോലീസുകാർ, ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് താഴെ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവർ സ്മോൾ ആംസ് കയ്യിൽ വയ്ക്കുക. ഇത് പണ്ട് നിയമമായിട്ട് തന്നെ നമ്മൾ പാലിച്ചിരുന്നതാണ്. ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ് ആ സ്മോൾ ആംസ്. ഇങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വളരെ പ്ലാൻ ചെയ്ത് വന്ന് അദ്ദേഹത്തിൻ്റെ വയറിൽ ജീവഹാനി വരുത്തുന്ന വിധം ആക്രമണം നടത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ അക്രമിക്കെതിരെ സ്മോൾ ആംസ് ഉപയോഗിക്കേണ്ടതായിരുന്നു. ഏതായാലും ഷാഫിക്ക് യാതൊന്നും പറ്റാതെ രക്ഷപ്പെട്ടു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് മറ്റ് ഉദ്യോഗസ്ഥർക്കും ഒരു പാഠമായിരിക്കണം. അവരത് കൃത്യമായിട്ട് നടത്തണം. മറ്റൊന്ന് കണ്ടത് തിരുവനന്തപുരത്ത് ഒരു ഷോപ്പിംഗ് മാളിൽ. അവിടെ കുടുംബവുമൊത്ത് എത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അയാൾ ചെയ്ത ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ കാര്യം കൊണ്ട് SFIക്കാർ എന്ന് പറയുന്ന ഒരു വിഭാഗം യുവാക്കൾ ആക്രമിക്കുന്നതാണ്. അത് വളരെ തെറ്റായിട്ടൊരു പ്രവണതയാണ്. മുളയിലെ നുള്ളിയില്ലെങ്കിൽ ക്രമസമാധാന നില അപ്പാടെ തകരാറിലാക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കുറേ നാൾ മുമ്പ് മഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ തുടർച്ചയാണ് ഇതെന്നാണ്. കാരണം മഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന SI അത് ഹെൽമെറ്റ് വെക്കാതെ പോയ ഒരാളെ പിടിക്കുകയും അതൊരു DFI നേതാവാണെന്നറിയും അയാളെ സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും ചെയ്തതിനു ശേഷം ആ സ്റ്റേഷനിലേക്ക് ആക്രമണത്തിന് ചെന്ന ഒരു വിഭാഗത്തെ പ്രതിരോധിക്കാനുണ്ടായിരുന്നതിൽ ഒരു ഉദ്യോഗസ്ഥനാണ് ഈ ആക്രമണം ഇന്ന് നേരിട്ട ഉദ്യോഗസ്ഥനെന്ന് അറിയുന്നു. അതിനുശേഷം ഉണ്ടായ ചില സംഭവങ്ങളുണ്ട്. രാത്രി 12 മണിക്ക് ശേഷവും DJ പാർട്ടി നടത്തി ബഹളം ഉണ്ടാക്കി ഒച്ചവെച്ച അവരെ മൈക്ക് നിർത്തലാക്കാനും ഒക്കെ ഉപയോഗിച്ചതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനിടയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്നും ചില തെറ്റായ കാര്യങ്ങളുണ്ടായി എന്ന് ചില വീഡിയോ കാണുന്നുണ്ട്. ഒരാളെ തലയ്ക്കടിച്ച് വീഴ്ത്തുന്നത് കണ്ടു. അത് തീർച്ചയായിട്ടും തെറ്റാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നിയമപരമായിട്ടുള്ള നടപടികൾ അക്കാര്യത്തിൽ എടുക്കേണ്ടതുമാണ്. പക്ഷേ മറ്റ് കാര്യങ്ങളിൽ നിയമപരമായിട്ടോ മറ്റോ നടപടികൾ എടുക്കാതെ അതിന് പകരം പ്രത്യേകിച്ചും ഭരിക്കുന്ന പാർട്ടിയുടെ കുറച്ച് യുവാക്കൾ ചേർന്ന് ഞങ്ങളിലൊക്കെ ഇഷ്ടമുള്ളത് ചെയ്യും, മൈറ്റ് ഈസ് അവർ റൈറ്റ് എന്നുള്ള തരത്തിൽ പെരുമാറിയാൽ അത് വകവെച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണ്. ഇപ്പോൾ ഇത് ഉണ്ടായിരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥൻ അയാൾക്കെതിരെ നോൺ ബെയിലബിൾ ആക്റ്റും ആക്രമിച്ചവർക്കെതിരെ ബെയിലബിൾ ആക്റ്റും നടപ്പാക്കിയിരിക്കുകയാണ്. അതെങ്ങനെ സംഭവിക്കുന്നു? ഉദ്യോഗസ്ഥനല്ലെങ്കിലും ആൾ ജോലിയിൽ നിൽക്കുമ്പോഴുണ്ടായ സംഭവങ്ങളുടെ പേരിൽ അയാൾ ആക്രമണ വിധേയനാകുമ്പോൾ അയാൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട മുതിർന്ന ഉദ്യോഗസ്ഥർ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? സാധാരണ IPS ഉദ്യോഗസ്ഥരെ പറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഈ IPS ഉദ്യോഗസ്ഥർ എന്താണ് തീരെ നട്ടിലില്ലാതെ ഈ തരത്തിൽ പെരുമാറുന്നത്? ഇതിൻ്റെ ഉത്തരവാദിത്തം തീർച്ചയായിട്ടും IPS ഉദ്യോഗസ്ഥർ തന്നെ ഏറ്റെടുക്കേണ്ടതാണ്. കാരണം ആരാണ് അങ്ങനെയൊരു ഡയറക്ഷൻ കൊടുത്തത്? ആ ഡയറക്ഷൻ SFIക്ക് വേണ്ടി നോൺ ബെയിലബിൾ ഒഫൻസും പോലീസുകാരന് വേണ്ടി ബെയിലബിൾ ഒഫൻസും കൊടുത്ത് പോലീസുകാരനെ ജയിലിലാക്കുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും അത് നമ്മുടെ മുഴുവൻ സേനയുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ്. അതിന് തീർച്ചയായിട്ടും തെറ്റ് തിരുത്തേണ്ടതാണ്. മാത്രമല്ല ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന് സംരക്ഷണം കൊടുക്കേണ്ടതുമാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടാകും. ഇപ്പോൾ ഞാൻ പറയുന്നത് തെറ്റ് ചെയ്യുന്ന ആ തെറ്റിനനുസരിച്ച് നടപടിയെടുക്കണം. ഒരു മേലുദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്തത്തിൽ
നടക്കുന്ന സമയത്ത് അതനുസരിക്കാതെ നിൽക്കുന്നവർക്കെതിരെയൊക്കെ നമ്മൾ നടപടിയെടുക്കേണ്ടി വരും. പക്ഷേ മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പിന്നീട് അതിൻ്റെ പേരിൽ ആക്രമണം നേരിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായ നടപടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ നടപടികൾ എടുക്കാൻ ആരും ബാക്കിയുണ്ടാകില്ല എന്നുകൂടി ഇവർ മനസ്സിലാക്കണം. കൂടെ നിൽക്കുന്ന സെക്യൂരിറ്റി അവർ മാറി നിന്ന് കൊടുത്താൽ തീരുന്നതേ ഉള്ളൂ നിങ്ങളുടെ സംരക്ഷണം എന്ന് IPS ഉദ്യോഗസ്ഥർ കൂടി മനസ്സിലാക്കണം. അതുപോലെ സംരക്ഷണം കിട്ടുന്ന പല മേഖലകളുണ്ട്, ഞാൻ പ്രത്യേകമായി എടുത്തെടുത്ത് പറയുന്നില്ല. അവരും മനസ്സിലാക്കേണ്ടത് ഇത് തന്നെയാണ്. ഞാനൊരു തവണ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തോട് പറഞ്ഞതാണ്, ആരെങ്കിലും തോക്കുമായിട്ട് വരുന്ന സമയം അദ്ദേഹം അകത്തുണ്ട്, ഞാൻ മാറി നിന്നോളാം എന്ന് പറഞ്ഞ് അവിടുത്തെ പോലീസുകാരൻ മാറി നിന്നാൽ അതോടെ തീരും പല അവകാശങ്ങളും എന്ന് പറഞ്ഞതുപോലെ ഇതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആക്രമണത്തിന് വിധേയരാകുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് സർവ്വ സംരക്ഷണവും കൊടുക്കേണ്ടത് മേലുദ്യോഗസ്ഥരുടെ കർത്തവ്യമാണ്. അതിന് കസേര മാറിയാലോ അതിൻ്റെ പേടിയിലോ ഒന്നും ചെയ്യാതിരിക്കുന്നത് തികച്ചും തെറ്റായ കാര്യമാണ്. നിങ്ങൾ ആ കസേര സംരക്ഷിക്കുന്നില്ല, നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങളൊരു അടിമയാകുന്നു എന്നാണ് അതിന് അർത്ഥം. അതുണ്ടാകരുത്. ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എൻ്റെ എല്ലാവിധ പിന്തുണയും ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ജയ് ഹിന്ദ്.